തിരുട്ടു സംഘം മാതൃകയിൽ മലപ്പുറം ആദവനാട്ട് മുഖംമൂടി ധരിച്ചെത്തി വീട്ടിൽ കവർച്ചാശ്രമം. സംഭവം പുറത്തറിഞ്ഞത് പ്രവാസി ഗൾഫിലിരുന്ന് CCTV പരിശോധിച്ചപ്പോൾ. പ്രവാസി ബിസിനസ്സുകാരൻ ആദവനാട് മട്ടുമൽ അബ്ദുറഹ്മാന്റെ വീട്ടിലാണ് സംഭവം. വെള്ളിയാഴ്ച രാത്രിയാണ് അബ്ദുറഹ്മാന്റെ വീട്ടിൽ മോഷ്ടാവ് എത്തിയിട്ടുള്ളത്. ചുറ്റുമതിലും ഉയർന്ന ഗേറ്റുമുള്ളതാണ് വീട്. മതിൽ ചാടി അകത്ത് കിടന്ന മോഷ്ടാവിന് പക്ഷെ വീടിനകത്ത് കയറിക്കൂടാനായില്ല. മുൻവശത്തെയും പുറകിലത്തെയും വാതിലുകൾ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് CCTV ദൃശ്യം പതിയാതിരിക്കാൻ ക്യാമറകളും തകർത്തിട്ടുണ്ട്. ഗേറ്റിലെയും സിറ്റ് ഔട്ടിലെയും ഉൾപ്പെടെ 4 ക്യാമറകളാണ് തകർത്തിട്ടുള്ളത്. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ബിസിനസ്സുകാരനായ അബ്ദുറഹം കുടുംബസമേതം വിദേശത്താണ്. ഇദ്ദേഹം 2 ആഴ്ച മുമ്പും കുടുംബം 2 മാസം മുമ്പും നാട്ടിൽ വന്നു മടങ്ങിയിരുന്നു. ശനിയാഴ്ച പുലർച്ചെ അബ്ദുറഹമിന്റെ ഭാര്യ മൊബൈലിൽ CCTV പരിശോധിച്ചപ്പോഴാണ് സംഭവം ശ്രദ്ധയിൽപ്പെട്ടത്. CCTV ക്യാമറകളുടെ സ്ഥാനം തെറ്റിയ നിലയിൽ കണ്ടതോടെ വിശദ പരിശോധന നടത്തുകയായിരുന്നു. അതോടെയാണ് മോഷ്ടാവ് വരുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ കണ്ടത്. തുടർന്ന് നാട്ടിലെ ബന്ധുക്കളെ വിവരം അറിയിക്കുകയും അവരെത്തി പരിശോധന നടത്തുകയുമായിരുന്നു. 2 മണിക്കൂറോളം മോഷ്ടാവ് ഇവരുടെ വീട്ടിൽ ചെലവിട്ടിട്ടുണ്ട്. കൽപ്പകഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. തിരുട്ടു സംഘാംഗങ്ങൾ പല ഭാഗത്തും എത്തിയെന്ന രീതിയിൽ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണം നടക്കുന്നതിനിടയിലാണ് മുഖംമൂടി ധരിച്ചുള്ള കവർച്ചാശ്രമം ഉണ്ടായിരിക്കുന്നത്.